പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക സാഹചര്യം തന്നെയായിരുന്നു. അവസാന നിമിഷത്തിലാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും ഈ സ്ത്രീകൾ പല കുറുക്ക് വഴികളിലൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും ചെയ്യുമല്ലോ, അതിൽ അവർ വിജയിക്കുകയും അവർ ഭാരവാഹികളാവുകയും ചെയ്തു. അതിൽ പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയിലെ അംഗങ്ങളായ ഈ 500 ശിഷ്ടം ആൾക്കാർക്കും ഒരു രീതിയിലുള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല. അവർ ചെയ്തത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ മറ്റു ചില അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും രണ്ട് ചേരിയിലായിട്ട് നിന്ന് രണ്ടുപേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ രണ്ടുപേരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. പിന്നീട് ആ മീഡിയയിലൂടെ വന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും അതിനകത്തിരിക്കുന്ന ഭാരവാഹികളെയൊക്കെ വിളിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്, വാർത്തകളൊക്കെ വരുന്നു. ഈ കാലത്തിന്റെ ഇടയ്ക്ക് അമ്മ സംഘടനയിൽ നടക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ. അപ്പോ ഒരു സ്ത്രീയെയാണ് ആദ്യം തന്നെ മാനേജറായ സ്ത്രീയെയാണ് അവർ പുറത്താക്കുന്നത്. അതിനുശേഷം അൻസിബ പല പ്രാവശ്യവും ഒരുപാട് പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ആ കുട്ടി തുടക്കം മുതൽ ആ കുട്ടിയെ അവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അപമാനങ്ങൾ ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് ഭാരവാഹികൾ. അപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഒരു സ്ത്രീ ആ കുട്ടിയെ അവിടെ പരാതി കൊടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അവരെ അപമാനിക്കാൻ പറ്റുമെന്നാണ് അവർ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും ശരിയായ പ്രവണതയല്ല. അതുപോലെ തന്നെ ഈ അൻസിബ ഇവർ വിമൻ കാർഡ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തു പറഞ്ഞാലും പറയുന്നത് വിമൻ കാർഡ് എന്നാ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അൻസിബയെ കുറിച്ച് നമ്മുടെ അനൂപ് ചന്ദ്രൻ വളരെ മോശമായ തരത്തിൽ ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോയെ കുറിച്ച് ശ്വേതാ മേനോനോട് നമ്മൾ പറഞ്ഞപ്പോ നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി ആർട്ടിസ്റ്റ് ആണ് പറയുന്നത്, വളരെ മോശമായി പോയി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശം, കുട്ടി വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് പ്രതികരിക്കണോ അതിനൊന്ന് പറഞ്ഞപ്പോ അന്ന് അവര് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി, അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അൻസിബയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൻസിബ അത് വിശദീകരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവര് കഴിഞ്ഞ ദിവസം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ് അദ്ദേഹം, വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവർ പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പും ഉണ്ട്. അപ്പൊ സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിലും പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അവരോട് ഉണ്ടാവും.
അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക ഭീഷണി പോലെ അത് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന രീതിയും ശരിയല്ല. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവര് ആ വോയിസ് ക്ലിപ്പില് ഇന്നലെ പറഞ്ഞ ലാലേട്ടൻ രാജിവെച്ച സാഹചര്യം അഡോക് കമ്മിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ രാജിവെച്ച സാഹചര്യത്തെ കുറിച്ചും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അൻസിബ തന്നെ പറയട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അമ്മയിലൊരു അംഗം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലുമാണ് വന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരുപാട് ആഗ്രഹത്തോടെ തന്നെ വന്ന ഒരാളാണ് ഞാൻ അല്ലാതെ കമ്മിറ്റികളിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. അവിടെ ക്യൂരിയോസിറ്റി കാരണവും ഇഷ്ടം കാരണവും തന്നെ കമ്മിറ്റിയിൽ വന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ ഉഷേത്ത പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കമ്മിറ്റിക്ക് മുന്നേ ലാലേട്ടൻ പ്രസിഡന്റായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ അഡോക് കമ്മിറ്റിയായി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ ആ കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത്, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനെ തുടർന്ന് വളരെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വരികയും അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഗുരുതരമായതോടെയാണ് പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടൻ ആ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തത്. അങ്ങനെ ആ കമ്മിറ്റി പിരിച്ചുവിട്ട സമയത്ത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വലുതായിരുന്നു. ആ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് ആ കമ്മിറ്റി തന്നെ വീണ്ടും അഡോക് കമ്മിറ്റി ആയത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കമ്മിറ്റി അന്ന് രാജിവെക്കുന്ന സമയത്ത് ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അത്രയും മാസങ്ങൾ അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങണം. അത് നീങ്ങണം എന്നുണ്ടെങ്കിൽ അത് നോക്കി നടത്താൻ ഒരു കമ്മിറ്റി അത്യാവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന അതേ കമ്മിറ്റി വീണ്ടും അഡോക് കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അഡോക് കമ്മിറ്റി എന്നുള്ള പേരൊക്കെ കേൾക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ കമ്മിറ്റിയാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു സഞ്ജീവനി എങ്ങനെ അഡോക് കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. സഞ്ജീവനി നമ്മുടെ ആ കമ്മിറ്റി രാജിവെച്ച് അഡോക് കമ്മിറ്റി ആവുന്നതിന് മുന്നേ തീരുമാനമെടുത്ത ഒരു പ്രൊജക്റ്റായിരുന്നു. അതായത് ഞാൻ തന്നെ മുന്നേ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് സഞ്ജീവനിയിലുള്ള അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ആളുകൾക്കെല്ലാം മരുന്നുകൾ എത്തുന്നത്. അപ്പോൾ സഞ്ജീവനി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും സഞ്ജീവനി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദിഖിക്ക അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിക്കുന്നതും മറ്റു 3 കൊട്ടേഷൻ എടുക്കുന്നതും. അങ്ങനെ വിളിച്ച മൊത്തം കൊട്ടേഷനുകളിൽ നിന്നും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു കൊട്ടേഷൻ നമ്മൾ ഏറ്റെടുക്കുകയും അങ്ങനെ സഞ്ജീവിനി പദ്ധതിയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയെ ഉൾപ്പെടുത്തുകയും മരുന്നുകൾ കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്തത്. പക്ഷെ നമ്മുടെ സഞ്ജീവിനി പ്രൊജക്ട് ഓൺ ആയതിനു ശേഷമായിരുന്നു ജനറൽ സെക്രട്ടറി അവിടുന്ന് സ്ഥാനമൊഴിയുന്നതും ഈ കമ്മിറ്റി അഡോക് കമ്മിറ്റിയായി മാറുന്നത്. അപ്പൊ ആ അഡോക് കമ്മിറ്റി തീരുമാനിച്ചത് ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ച സഞ്ജീവനി പ്രൊജക്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം 5000 രൂപ കൊണ്ട് മരുന്ന് ഉൾപ്പെടെ ജീവിത ചെലവ് മൊത്തം താങ്ങി നിർത്തുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അമ്മയിൽ. അപ്പൊ നമുക്ക് അത്ഭുതമായിരുന്നു 5000 രൂപയ്ക്ക് മരുന്നും വാങ്ങി ഒരു മാസം അവർ ചെലവും കഴിയാന്ന് പറയുമ്പോൾ. അപ്പൊ അവർക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5000 രൂപ അവർക്ക് അവരുടെ ജീവിത നിത്യ ചെലവുകൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ തുടങ്ങിയതാണ് സഞ്ജീവനി. അപ്പൊ അഡോക് കമ്മിറ്റി അത് ഏറ്റെടുത്ത് സഞ്ജീവനി പ്രൊജക്ട് തുടങ്ങി എല്ലാവർക്കും കഴിഞ്ഞ ജനുവരി 26-നായിരുന്നു സഞ്ജീവനി ലോഞ്ച് ചെയ്തത്. സഞ്ജീവനി ലോഞ്ച് ചെയ്ത സമയത്ത് അന്ന് അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി സാർ ഉണ്ടായിരുന്നു, അമ്മയിലെ മറ്റു പല അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഫടികം ജോർജ് സാറിന്, നമ്മുടെ ബീന കുമ്പളങ്ങി ചേച്ചി, അങ്ങനെ കുറെ പേർക്ക് മരുന്നുകൾ കൊടുത്തിട്ടായിരുന്നു നമ്മൾ അതിന് തുടക്കം കുറിച്ചത്. അതൊരു നല്ല കാര്യമാണ് ചെയ്തത്. അത് അഡോക് കമ്മിറ്റി ആവുന്നതിന് മുന്നേ ആ കമ്മിറ്റി എടുത്ത തീരുമാനമായിരുന്നു അത്. അതാണ് നടപ്പിലാക്കിയത്. അതിനെങ്ങനെയാണ് ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു കാര്യം ചെയ്തതിനെയാണോ ഇത്രയും കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ കമ്മിറ്റി ഇപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം കേട്ടു, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് തന്നെ അഡോക് കമ്മിറ്റി ആയിട്ട് മാറാൻ അവസരം കിട്ടി. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അഡോക് കമ്മിറ്റി ആവാൻ പറ്റിയില്ല?
എനിക്ക് മനസ്സിലായിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു കമ്മിറ്റി അഡ്വോ കമ്മിറ്റിയായി മാറിയതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നിരിക്കെ ഒരു കമ്മിറ്റി അവിടെ അനിവാര്യമാണ്. കാരണം ഒരു ജനറൽ ബോഡി കൂടിയാലേ മറ്റൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ ബോഡി നടത്താൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികം വേണം. അപ്പൊ അത്രയും എക്സ്പെൻസ് നമുക്ക് ആ സമയത്ത് മുടക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഇതേ കമ്മിറ്റി തന്നെ അഡ്വോ കമ്മിറ്റി ആവേണ്ട ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ ആ കമ്മിറ്റിക്കെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ ഒരു അലിഗേഷനും ഇല്ലായിരുന്നു. ഒരു സാമ്പത്തിക ക്രമക്കേടോ മറ്റ് അലിഗേഷൻസോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ സംഘടനയ്ക്ക് പുറത്തുള്ള അലിഗേഷന്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തു പോവേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനകത്തുണ്ടായിരുന്ന ആ കമ്മിറ്റിക്കെതിരെ വേറെ അലിഗേഷൻസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അതേ കമ്മിറ്റി അഡ്വോ കമ്മിറ്റിയായിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡ്വോ കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്വോ കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡ്വോ കമ്മിറ്റി ആക്കാതിരുന്നത്. ഇനി ഇതിലുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്ന ഈ രാജിവെച്ച കമ്മിറ്റിയെ അഡ്വോ കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ് എന്നിവരെ അഡ്വോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ അരവിന്ദ് ചേച്ചി റിസൈൻ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞു. പക്ഷെ റോണി ഡേവിഡ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും ഈ അഡ്വോ കമ്മിറ്റിയിലേക്ക് വിളിച്ചതിനും ഒരു കാര്യമുണ്ട്. കാരണം അവരാണ് സഞ്ജീവനി പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ആ സഞ്ജീവനി പ്രവർത്തനങ്ങൾ മുടങ്ങി പോവരുത്. കാരണം ഇത്രയും പേരുടെ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലാണുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം വന്നത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തിക ആരോപണം നേരിടുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ താഴെ പോയ ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഡോക്ടർ റോണിയെയും ആശ അരവിന്ദ് ചേച്ചിയെയും പുതിയ അഡ്വോ കമ്മിറ്റിയിലേക്ക് നിയമിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി കഴിഞ്ഞ അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ അവരെ ഒരുപാട് മോശമായിട്ട് പല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മായ വിശ്വനാഥ്, അതുപോലെ ബാബുരാജ് സിദ്ദിഖ്, ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഹാജ, മജീദ് ക, അങ്ങനെ കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അശ്ലീലം പറഞ്ഞു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്ലീലം എന്ന് പറഞ്ഞാൽ അവർ വന്നപ്പോ മുതല് അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായിരുന്നു. സ്ത്രീകൾ മുമ്പിൽ നിന്ന് തന്നെ ശ്വേത എന്നെ ഉൾപ്പെടെ കുറച്ചു പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡിക്ക് മുൻപ്. ഞങ്ങൾക്ക് ചേച്ചി സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാലയളവിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഞാനും പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കണം, അത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് ഉണ്ടാക്കി തരണം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. എന്നിട്ട് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ജനറൽ ബോഡിക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവർ വന്നതിന് ശേഷം അവര് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഒരു കാര്യങ്ങളും അവർ സംസാരിക്കുന്നില്ല. അവർ വന്നിട്ട് സംസാരിച്ചത് മുഴുവനും അതിനു മുൻപ് തന്നെ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെ നിന്ന അംഗങ്ങളാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരെല്ലാവരും ഒരുമിച്ച് വേദിയിൽ നിന്ന് സന്തോഷം, നമുക്ക് സന്തോഷം, അവരങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും വന്നിട്ട് അവർ സംസാരിച്ചത് മുഴുവനും അവരുടെ ഭാഗം കേൾക്കാനാണ് ഈ ജനറൽ ബോഡിയിലുള്ള ആൾക്കാർ അത്രയ്ക്ക് നാണക്കെട്ടിരിക്കുകയാണ്. അമ്മയിലെ അംഗങ്ങൾ മുഴുവനും അതിനെക്കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞത് മുഴുവനും 1500 രൂപ പെൻഷൻ നമ്മൾ കൂട്ടുകയാണ്. ഈ 1500 രൂപ അല്ല, കഴിഞ്ഞ കമ്മിറ്റി 5000 കൂട്ടാനിരുന്നതാണ്. കഴിഞ്ഞ കമ്മിറ്റി ഇല്ലേ, അൻസിബൊക്കെ ഉള്ള കമ്മിറ്റി, സിദ്ദിഖൊക്കെ ഉള്ളത് 5000 കൂട്ടാനിരുന്നതാണ്. പക്ഷെ ഇതിൽ 1500 രൂപ കൂട്ടിത്തരാൻ പോവുകയാണ്. അത് പുറത്തു നിന്നുള്ളൊരു സ്പോൺസർ അക്കൗണ്ടാണ് അത് കൂട്ടിക്കുന്നത്. അത് കൂടാതെ തന്നെ 4 ദിവസം തായ്ലൻഡിൽ പോകുന്നു,
അത്തരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കണക്ക് ശരിയല്ലാത്തൊരു കണക്ക്. അതിനു മുമ്പ് ഇവരുടെ കയ്യിൽ നിന്ന് കണക്കിന്റെ ഒരു പേജ് ലീക്കായിട്ടുണ്ട്. അതിൽ 60 ലക്ഷത്തിന് മേലെ കണക്കില്ലാതെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ബാബുരാജ് പറഞ്ഞതാണ്. അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുരാജ്. അപ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു കണക്ക് തെറ്റി ബാബുവിന്റെ വാട്സപ്പില് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചു. നമുക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ചെയ്ത് തന്ന കണക്ക് വേറെ, അവർ വായിച്ച കണക്ക് വേറെ. അപ്പോ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി. അവിടെ മൊത്തത്തിൽ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അംഗങ്ങളാണ്. മൈക്ക് അവിടെ ആർക്കും തന്നില്ല. ഈ ജനറൽ ബോഡി നടത്തിയത് സംഘാടകരെന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൈക്ക് മാറ്റി വെച്ചിരിക്കുക. ഇതുപോലുള്ള കോഡ്ലെസ് മൈക്ക് ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ വേദിയിൽ അങ്ങ് ദൂരെ ഇരുന്ന് ചോദിക്കുന്ന ആൾക്കാർ ഉറക്കെ തന്നെ സംസാരിക്കാനേ പറ്റുള്ളൂ. കാരണം മൈക്ക് കൊടുക്ക് മൈക്ക് എവിടെയത് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. മൈക്കൊന്നും കൊടുക്കുക അവർ ചോദിക്കുന്നത്. മൈക്ക് തരുന്നില്ലായിരുന്നു. ആകെ അനൂപ് ചന്ദ്രന്റെ കയ്യിൽ മാത്രം ഒരു മൈക്ക് കൊടുത്തിട്ട് അനൂപ് ചന്ദ്രൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ബാബുരാജിനെ കുറിച്ച് കുറെ ആരോപണങ്ങൾ വന്നു. അപ്പൊ ബാബുരാജ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല, മറുപടി പറയാൻ സമയം കൊടുക്കുന്നില്ല. ഈ സമയം മുഴുവനും ലാലേട്ടൻ മുൻപിൽ തന്നെ ഇരിക്കുകയാണ്. ലാലേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുകയാണ്. അപ്പോ ബാബുരാജിന് സമയം കൊടുക്കുന്നില്ല. അവർ സമയം കൊടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാബുരാജ് പറഞ്ഞു ഞാൻ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് എഴുന്നേറ്റ് വന്നപ്പോ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് എന്താ പറയുക, ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഭാഷ ഇരിക്കട അവിടെ എന്ന് പറയുന്നത് പോലെ ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ ഇവിടെ പറയുന്നത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ പറഞ്ഞു ബാബുരാജ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോക്കോ, പുറത്ത് വണ്ടി കിടപ്പുണ്ട് എന്ന് വരെ പറഞ്ഞു അവര്. അതുപോലെ ആർക്കും സംസാരിക്കാൻ, അവർക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുന്നവരെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് മാത്രമാണ് സംസാരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായി. ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ ഇതല്ല. മല്ലിക ചേച്ചി ഉൾപ്പെടെ അവിടെ നിന്ന് ഒച്ചിട്ട് മൈക്കില്ല ആ ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കുമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചു വന്നാൽ മല്ലിക ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കും, ചേച്ചി പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയോ ഒരു മൈക്ക് കൊടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള സന്തോഷ് കീഴാറ്റൂരിനെ ഞങ്ങൾ വിളിച്ചു വെച്ചു, നിങ്ങൾ ആ മൈക്ക് അവിടെ പോയി. തുടക്കത്തിൽ മൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മൈക്ക് മാറ്റിയതാണ്. ഞങ്ങൾ ആരുമല്ല മൈക്ക് മാറ്റിയത്. സന്തോഷ് കീഴാറ്റൂര് ആ മൈക്ക് തന്നില്ല നമുക്ക്. ഇല്ല ഇപ്പൊ തരാൻ പറ്റത്തില്ല, ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് ശേഷം തരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് മൈക്ക് കൊടുക്കാതിരുന്നത്. അപ്പോ അവിടെ ആരെയും അശ്ലീലം പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും കേട്ടിട്ടില്ല അശ്ലീലം പറഞ്ഞത്. ഇനിയിപ്പോ മാലയും മായാവിഷമാതാണ് അശ്ലീലം പറഞ്ഞതെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവര് പറയട്ടെ. ഞാൻ ഈ കാലയളവിൽ ഭാഷ ഉപയോഗിച്ച് തെറി പറയുന്നില്ല. അതുകൊണ്ട് അതിനൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.